ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോഷ്യ ബോയാണ്. നമ്മൾ ഫസ്റ്റ് ക്രോഷ്യ ബൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ക്രോഷ്യ അങ്ങനത്തെ കുറേ ഹെയർ ബാൻഡ് ചെയ്തു, ക്രോഷ്യ ബാഗ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ വിചാരിച്ചു, അല്ല നമ്മൾ ഇതുവരെയായിട്ട് ക്രോഷ്യ ബോ ചെയ്തിട്ടില്ല, ഈസി സ്റ്റിച്ചസ് ആണ്, പക്ഷെ ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ആമി ക്രോഷ്യ ബോ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ അതിലോട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ കുറച്ച് സാധനങ്ങൾ ആമി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇതിന് ഓർമ്മ ഉണ്ടാവും, അന്ന് ബാഗ് ഉണ്ടാക്കിയിട്ട് ഇതുവരെയായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാഗാണത്. നമ്മളൊന്ന് പകുതി എത്തിയപ്പോഴത്തേക്ക് ആക്കിയതാണ്. അപ്പോൾ അത് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ ഇങ്ങനെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. അതിൽ അതിനൊരു ഇതൊക്കെ കൊടുത്തു അല്ലേ, ഒരു പോംപോംസ് ഒക്കെ കീ ചെയിനായിട്ട് ഉള്ളതാണ്. അതെ. അപ്പം അത് ഏകദേശം ഇങ്ങനെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ് കേട്ടോ. ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വേറെ ബാഗ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇതേ തന്നെയല്ല, നമ്മൾ കുറച്ചും കൂടെ വെറൈറ്റി സ്റ്റിച്ചൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം ഇനി നമുക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇത് വെച്ചിട്ട് വേറെയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. മീഷോയിൽ നോക്കിയപ്പോഴാണ് ഇതേപോലത്തെ കുറേ എണ്ണം കുറച്ച് പൈസ ഒക്കെ ഉള്ളത് ഞാൻ കണ്ടത്. അപ്പം ഇത് അങ്ങനത്തെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചപ്പോൾ കുറച്ച് റേറ്റിലായിരുന്നു, ഒരു 100 താഴെയുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 കൂടെ വാങ്ങാം, നമുക്ക് വേറെയും കുറച്ച് പ്രൊജക്റ്റൊക്കെ നമ്മൾ 2 മാസം ലീവ് കിട്ടുമ്പം 2 മാസം ലീവൊക്കെ ഇങ്ങനെ ആയിട്ട് വരികയാണല്ലോ. ഇനിയിപ്പം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 മാസത്തെ ലീവ് വരുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് യെല്ലോ കളറ്. ഇത് ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല, ആ ഒരു വെക്കേഷൻ വരുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യെല്ലോ അല്ല, ഇതിന്റെ ക്ലോത്ത് നോക്കട്ടെ. ഒരു വെൽവെറ്റ് ഷേപ്പ് ആണ്. ഇത് വെൽവെറ്റ് അല്ല, ഇതൊരു ഫൈബർ അങ്ങനത്തെ ഒരു ആണോ നോക്കട്ടെ. ഇത് വെൽവെറ്റ് അല്ല, ഫൈബർ കുറച്ച് കട്ടിയുള്ളതാണ്. നമുക്ക് ഞാൻ ഫസ്റ്റ് ഒന്ന് ഫൈബർ വരുമ്പോ വേറെ തന്നെയല്ലേ, ഇത് സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റിന്റെ തന്നെ വേറൊരു ടൈപ്പ്. പക്ഷെ ഇതാണ് ഏറ്റവും സോഫ്റ്റ് ഇതാണ്. ഇങ്ങനെ നോക്കുമ്പം ഞാനിപ്പം ക്രോഷ്യ കൊണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ചസ് ഒന്നും ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പം നമ്മൾ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് ചെയ്യേണ്ടി വരും. ഇതാണ് അതിലൊന്ന് അല്ലേ. ഏതാ പ്രൊജക്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് അപ്പം കണ്ടാൽ മതി, ഞാൻ അപ്പം കാണിക്കുമ്പോൾ കണ്ടാൽ മതി. ഇതാണ് വെൽവെറ്റിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഇതുകൊണ്ടാണ് ഞാൻ വേറെയും കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റാണ്. ഇത് വെച്ചിട്ട് എന്തോ ഒരു ചെറിയ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. 2 കളറും കൂടെ കണ്ടപ്പോൾ ഞാനൊരു ബുൾസൈ ആണ് ഉണ്ടാക്കിയത്. ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല, ഞാൻ സ്റ്റിച്ചസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്റ്റ് ആകുമ്പോഴും ഇതിൻ്റെ വൂളനും കൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നും ഇതിൻ്റെ നീഡിലൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഉണ്ടാക്കിയത്. കീ ചെയിനായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലത്തെ ഒരു മിൽക്കി കളർ യാണാണിത്. അപ്പം ഇത്രയും യാൺസാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ന്യൂ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ബോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ബോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പിങ്ക് കളർ, ഡാർക്ക് മെറൂൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിങ്ക് കളറും കൊണ്ടാണ്. ഇതിൻ്റെ നീഡിൽ വരുന്നത് 2.5 mm ആണ് കേട്ടോ. ആൻഡ് ഞാൻ ഇത് ഉണ്ടാക്കിയ 2 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ചെയ്ത് വെച്ചത് അല്ലേ. യെസ്, ബ്ലൂവും വൈറ്റും ആണ്. ബ്ലൂ കളർ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ബ്ലാക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇടാൻ പറ്റും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ്. അതെ, ഏതെങ്കിലും പ്ലെയിൻ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഇങ്ങനെ വൈറ്റിൽ കൊണ്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അതൊരു ഫാഷൻ ഡ്രസ്സൊക്കെ ആയിട്ട് മാറും. അപ്പം ഇനി നമുക്ക് ഒരു ബോ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. യെസ്, അപ്പം നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് 63 ചെയിൻ സ്റ്റിച്ചാണ്. ഞാൻ ഫുള്ളാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 63 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. ഇതിലിപ്പം 1 സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയും
ഇങ്ങനെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. 6 ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. 6 ഹാഫ് ഡബിൾ ക്രോഷേ ഞാൻ 6 ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു സർക്കിളുള്ള ഭാഗത്ത് ചെയ്യരുത്, സെക്കൻഡ് ഹോളിലിടണം അല്ലേ? അങ്ങനെ ഇത് ചെയ്ത് ഇതിൻ്റെ ഇത്രയും ഭാഗം ചെയ്ത് വെക്കാം. 6 നിങ്ങൾക്ക് മറന്നു പോവുകയാണെങ്കിൽ ഇവിടെ ചെയിൻ സ്റ്റിച്ച് ഉണ്ടാവും 1 2. അപ്പോൾ നമ്മൾ 2 ചെയ്ത് ഇനി 3 4 5 6. ഓക്കെ, 6 ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ 6 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 6 സ്ലിപ്പ് നോട്ടാണ്. അങ്ങനെ നമ്മൾ 6 സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് 16 ഹാഫ് ഡബിൾ ക്രോഷേ ആണ്. ഇതേപോലെ നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനിയും നമ്മൾ വീണ്ടും 6 സ്ലിപ്പ് നോട്ട് ഇടാൻ പോവാണ്. ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബോൻ്റെ സെൻറ്റർ ഭാഗമാണ്, നമ്മൾ ടൈ ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി ഞാൻ 6 ചെയ്തിട്ട് കാണിച്ചു തരാം. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ 6 സ്ലിപ്പ് നോട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇതേപോലെ സ്ലിപ്പ് നോട്ടും ഹാഫ് ഡബിൾ ക്രോഷയും ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പം ഒന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ഇതേ തന്നെ ചെയ്യുകയാണ്. നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് 1 ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ബാക്കോട്ടാക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ അല്ലേ ഇതിപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷേ സ്ലിപ്പ് നോട്ട്, ഹാഫ് ഡബിൾ ക്രോഷേ സ്ലിപ്പ് നോട്ട്. അതേപോലെ ഈ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ കൂടെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ ഒന്ന് ചെയ്താൽ മതി. ഇത്ര ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്യുക, ഇത്ര വരെ സ്ലിപ്പ് നോട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഇതേത് തന്നെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ഇവിടുത്തെ ഹാഫ് ഡബിൾ ക്രോഷേ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ആക്കുക, ഹാഫ് ഡബിൾ ക്രോഷേ ഇതേപോലെ ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കട്ടി വന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിലോട്ട് ആക്കണം. ഇത് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫ്ലിപ്പാക്കിയിട്ട് വീണ്ടും ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പം പെട്ടെന്ന് അറിയണമെങ്കിൽ ഇവിടെ ഒരു തിന്നായിട്ട് വരുമ്പോൾ ഇവിടെ സ്ലിപ്പ് നോട്ടാണെന്ന് മനസ്സിലാവും. പിന്നെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ചെയ്ത് പോയാൽ മതി. ഇതിന് ഞാൻ ഒരു സിമ്പിളായിട്ട് പറയുന്ന ഒരു ക്യാൻഡി ഷേപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റത്തെ ഈ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇടുന്ന പോലെ ഒന്ന് ഇടുക. എന്നിട്ട് ഒറ്റ വലി ഇങ്ങനെ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വേണ്ടാത്ത ഈ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ ഈ ഒരു കട്ടത്തിലോട്ട് ഇങ്ങനെ എടുത്ത് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ബോ പോലെ കണ്ടോ, ബോയായിട്ടില്ല. നമ്മളിനി ഈ റെഡ് ഈ ഒരു പിങ്ക് കളറും കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് ഫൈനൽ ലുക്ക് നമ്മൾ ബോ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതേപോലത്തെ ചെറുതാണ് ഞാൻ ഉണ്ടാക്കിയത്, വൈറ്റ് പിന്നെ ബ്ലൂ.
നിങ്ങൾക്കിത് എന്താണ് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ക്രോഷി, ഹെയർ ബാൻഡ്, ബോയൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്വന്തം യൂസ് ചെയ്യണമെങ്കിലും ഇതേപോലെ പറ്റും. പിന്നെ ഇത് ബ്ലൂ കളറ് നമുക്ക് ചെറുത് വലുതൊക്കെ ആയിട്ട് ഓരോ സൈസിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഇതേപോലത്തെ ക്രോഷി ഐഡിയാസ് ഒക്കെ നമ്മൾ 2 മാസം വരുന്ന വെക്കേഷന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് എക്സാംസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മൾ ക്രാഫ്റ്റ് ഐഡിയാസ് കുറച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ വെക്കേഷന് അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. വെക്കേഷൻ ടൈമിൽ നമ്മൾ ഫുൾ ക്രാഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.